ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാർ 21 അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 2 രാജാക്കന്മാർ 21 അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: കേൾക്കുന്ന ഏവൻ്റെയും ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണമുള്ള അനർത്ഥം ഞാൻ യെരൂശലേമിനും യെഹൂദയ്ക്കും വരുത്തും. ഞാൻ യെരൂശലേമിന്മേൽ ശമര്യയുടെ അളവുനൂലും ആഹാബ് ഗൃഹത്തിൻ്റെ തൂക്കുകട്ടയും പിടിക്കും. ഒരുത്തൻ ഒരു തളിക തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കവിഴ്ത്തിവെക്കുകയും ചെയ്യുന്നതുപോലെ ഞാൻ യെരൂശലേമിനെ തുടച്ചു കളയും. എൻ്റെ അവകാശത്തിൻ്റെ ശേഷിപ്പ് ഞാൻ ത്യജിച്ച് അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയും ആയിത്തീരും. അവരുടെ പിതാക്കന്മാർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് എന്നെ കോപിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ. ഇവിടെ ദൈവം പറയുന്നു, കേൾക്കുന്ന ഏവൻ്റെയും ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണമുള്ള അനർത്ഥം ഞാൻ യെരൂശലേമിനും യെഹൂദയ്ക്കും വരുത്തും. നമുക്കറിയാം, ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചെവി പൊത്തിപ്പിടിക്കാറുണ്ട്. ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ചെവിക്ക് വേദന ഉണ്ടാക്കാറുണ്ട്, അല്ലേ? ഇവിടെ ദൈവം പറയുന്നു, കേൾക്കുന്ന ഏവൻ്റെയും ചെവി മുഴങ്ങത്തക്കവണ്ണമുള്ള അനർത്ഥം ഞാൻ വരുത്തും. അതിൻ്റെ അർത്ഥം, ഈ അനർത്ഥത്തെക്കുറിച്ച് കേൾക്കുന്നവർ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ അത്ര ഭയങ്കരമായ ക്രൂരമായ ഒരനർത്ഥം വരുത്തും എന്നതാണ്. 13 വാക്യത്തിൽ പക്ഷഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ നീതി നടപ്പാക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ശമര്യയ്ക്കും ആഹാബ് ഗൃഹത്തിനും വരുത്തിയ അനർത്ഥം യെരൂശലേമിനും വരുത്തും എന്നാണ് ദൈവം പറയുന്നത്. അളവ് നൂല്, തൂക്കുകട്ട, ഇത് രണ്ടും കൃത്യതയെ കാണിക്കുന്നു. ദൈവം പറയുന്നത്, ശമര്യയിൽ ഏത് രീതിയിൽ അനർത്ഥം വരുത്തിയോ അതേ അളവിൽ ഞാൻ യെരൂശലേമിനും അനർത്ഥം വരുത്തും. ശമര്യയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അസര്യ ശമര്യയെ പിടിച്ചടക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ആകെ 2 ഗോത്രങ്ങൾ മാത്രമാണ് അവർ പിടിക്കാതെ ശേഷിപ്പിച്ചത്. അതിനെ യഹൂദ എന്നും യെരൂശലേം എന്നൊക്കെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഒരുത്തൻ ഒരു തളിക തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കവിഴ്ത്തി വയ്ക്കുകയും ചെയ്യുന്നതുപോലെ ഞാൻ യെരൂശലേമിനെ തുടച്ചു കളയും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. വീട്ടിൽ പാത്രം കഴുകി തുടച്ചു വെക്കുന്നവർക്കറിയാം, തുടയ്ക്കുന്നതിന് മുമ്പ് ചില വെള്ളത്തുള്ളികളൊക്കെ പാത്രത്തിലിരിക്കും, അല്ലേ? ഇവിടെ ദൈവം പറയുകയാണ്, യെരൂശലേമിനെ തുടച്ചു കളയും എന്ന്. 14 വാക്യത്തിൽ ദൈവം പറയുന്നു, അവരെ ത്യജിച്ച് ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന്. ചരിത്രം ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും. ബാബിലോൺ രാജാവായിരുന്ന നെബൂഖദ്നേസർ യഹൂദ പിടിച്ചടക്കുന്നു. ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. സകല ശത്രുക്കൾക്ക് കവർച്ചയും കൊള്ളയും ആയിത്തീരും. ഒരു ശത്രുവല്ല, ശത്രുക്കൾ. ദൈവവചനം മാറ്റമില്ലാത്ത വചനമാണ്. അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വന്നിട്ടില്ല. ബാബിലോൺ യെരൂശലേമിനെ ആക്രമിച്ചപ്പോൾ അതിൻ്റെ ശത്രുക്കളായിരുന്ന സിറിയ, മോവാബ്യർ, അമോര്യർ, ഏദോമ്യർ എല്ലാവരും നെബൂഖദ്നേസറിനോട് കൂടെ ചേർന്നു. യെരൂശലേമിൻ്റെ ശത്രുക്കൾ സകല ശത്രുക്കൾക്കും അവർ കവർച്ചയും കൊള്ളയും ആയിത്തീർന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ന്യായവിധി ദൈവം യെരൂശലേമിന് വരുത്തിയത്? 15 വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്ത് അവർ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവരുടെ പാപങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർ അന്യദേവന്മാർക്ക് യാഗപീഠം പണിത് യാഗം നടത്തി. അവരുടെ നേട്ടങ്ങൾക്കു വേണ്ടി അമാനുഷികമായ പ്രാകൃതമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചു. സൂര്യദേവന് കുഞ്ഞുങ്ങളെ അവർ യാഗം കഴിച്ചു. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ഇസ്രായേലിന് വരുത്തിയ അതേ അളവിൽ, അതേ പാപത്തിന് അതേ ശിക്ഷ ദൈവം അവർക്ക് കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ,
ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ പ്രവാസകാലം കഴിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്.